ഞാനൊക്കെ പണ്ട് എൻ്റെ എക്സ് പാർട്ട്ണറാണ്, എൻ്റെ എക്സ് ഫ്രണ്ട്സാണ് എൻ്റെ ഹാപ്പിനെസ്, എൻ്റെ വേൾഡ് എന്നൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന ആളാണ്. ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഇപ്പം എൻ്റെ ലൈഫിലില്ല. അപ്പോൾ ഞാനോട് ചോദിക്കുകയാണ്, വാട്ട് മേക്സ് മീ ഹാപ്പി? പണ്ടൊക്കെ ഞാൻ വെയിറ്റ് ചെയ്യും ആർക്കെങ്കിലും റിപ്ലൈക്ക് വേണ്ടിയിട്ട്, ഫ്രണ്ട്സായിട്ട് കറങ്ങാൻ പോകാൻ, പ്ലാൻ ചെയ്യാൻ, ഷോപ്പിങ്ങിന് പോകാൻ. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. ഒരു വല്ലാത്തൊരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യും വേണ്ട പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ. പിന്നെ എനിക്ക് മനസ്സിലായി ആ എംപ്റ്റിനെസ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഐ വാസ് ഓൾവേസ് ഡിപ്പെൻഡിങ് ഓൺ ഔട്ട്സൈഡ് സിറ്റുവേഷൻസ് ആൻഡ് തിങ്സ് ടു മേക്ക് മീ ഹാപ്പി. ഐ വാസ് ബേസിക്കലി ഗിവിങ് അവേ മൈ പവർ. ആ ഒരു സാധനത്തിന് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എൻ്റെ പവർ കൊടുത്തു ഞാൻ എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ ഹാപ്പിനെസ് എന്നുള്ള ഇമോഷൻ അൺസ്റ്റേബിൾ ആവാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഹാപ്പിനെസ് കംസ് ഫ്രം വിത്തിൻ. നാളെ എന്തെങ്കിലും വലിയ സംഭവം നടന്ന് ഹാപ്പി ആവാന്നുള്ള തോട്ട് മാറ്റി ഞാൻ പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഡെയിലി ലൈഫിൽ നടക്കുന്നത്, ഇപ്പം സൺറൈസ് ആയിക്കോട്ടെ, സൺസെറ്റ് ആയിക്കോട്ടെ, മഴ ആയിക്കോട്ടെ, ഡെയിലി കുടിക്കുന്ന ചായ ആയിക്കോട്ടെ, അങ്ങനെ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഹാപ്പി ആവാൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പിനെസ് ഇസ് ആക്ച്വലി റൈറ്റ് ഹിയർ. അതൊരു ചോയ്സാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചോയ്സാണ്. വി ഡിസൈഡ് വെദർ വി ഹാവ് ടു ബി ഹാപ്പി ഓർ നോട്ട്. അതിൻ്റെ പാറ് വേറെ ആർക്കും കൊടുക്കരുത്.